Hi everyone, ഞാൻ അൻസാർ ഇന്റർവെല്ലിന്റെ ജോഗ്രഫി ഫാക്കൽറ്റി. ഇന്റർവെല്ലിന്റെ ക്രാഷ് കോഴ്സിൽ ജോഗ്രഫിയിൽ രണ്ട് ടോപ്പിക്സുകൾ, രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹലോ മക്കളെ, ഏത് ചാപ്റ്ററാണ്? 5ാമത്തെ ചാപ്റ്ററാണ്, മണി ആൻഡ് എക്കണോമി. പൈസ അല്ലേ? പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാസ്, പണം, തുട്ട്, മണി മണി എന്ന് പറയുന്ന പാട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഹിറ്റ് അടിച്ചിട്ടുള്ള പാട്ടാണ്. നമ്മളെല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണടോ? പൈസ വേണം, മണി വേണം. അപ്പോൾ ഇത് എക്കണോമിക്സിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരുപാട് പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൈസയെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു എക്കണോമിക്സ് മേഖലയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ആദ്യം നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ മണി? എന്താണ് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ ഒന്ന് ഡെഫിനിഷൻ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി നോക്കിയേ. എന്താണ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മണി മീൻസ് എനിത്തിങ് that can be accepted in the exchange of goods and services. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ വാങ്ങിക്കുന്ന എന്തിനേയും നമുക്ക് പണം എന്ന് വിളിക്കാം. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പണം എന്ന് വിളിക്കാം. അല്ലാതെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ തെരഞ്ഞു പോകരുത്. ഇനി എന്തിനാ പണം? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി? എന്തിനാ പണത്തിന്റെ ആവശ്യം എന്താ, അല്ലെങ്കിൽ പണത്തിന്റെ ധർമ്മങ്ങൾ എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് പണത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയുന്ന പണത്തിന്റെ ധർമ്മങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എക്കണോമിക്സിലെ ടേംസിലോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് പറയുമ്പോഴേ അതിന് 4 മാർക്ക് കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി? അപ്പോൾ മണി ക്യാൻ ബി യൂസ്ഡ് ആസ് ദി മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. വിനിമയ ഉപാധിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു പലചരക്ക് കടക്കാരന എന്ന് കരുതുക. പലചരക്ക് കച്ചവടം ചെയ്തിട്ട് എനിക്ക് പണം കിട്ടുന്നു. ഈ പണം ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. എനിക്ക് അത്രയും വലുപ്പമുള്ള കുട്ടികളൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും സെല് ചെയ്തിട്ട് മണി വാങ്ങുന്നു. ആ മണി ഉപയോഗിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ബസ്സിന്റെ കണ്ടക്ടർ, അയാൾ ബസ്സിൽ പോകുന്നത് കാരണമായിട്ട് അയാൾക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു, സാലറി കിട്ടുന്നു. ആ സാലറി ഉപയോഗിച്ചിട്ട് അയാൾ വൈകുന്നേരമാകുമ്പോൾ തക്കാളിയോ പച്ചക്കറിയോ പഞ്ചസാരയോ എന്തെങ്കിലും വാങ്ങുന്നു. ഇത് പൈസ ഉള്ളതുകൊണ്ട് മാത്രം നടക്കുന്ന കേസല്ലടോ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. വിനിമയ ഉപാധിയാണ്. നമ്മൾ ഒരു പൈസ കൊടുത്ത് പല സാധനങ്ങളും വാങ്ങിക്കുന്നു, അത് പണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ബാർട്ടർ സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത്, ഇറ്റ് ഈസ് ദ സ്റ്റോർ ഓഫ് വാല്യൂ. മൂല്യശേഖര ഉപാധിയാണ്. ഇപ്പൊ സ്വർണത്തിന് എന്താ വില? 1 ലക്ഷത്തിന്റെ അടുത്തായി. ഈ സ്വർണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കൊല്ലം കൊണ്ട് ചിലപ്പം 1.5 ലക്ഷം ആവാനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഇനി നമ്മൾ എന്താ പറയാ, മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിൽ തന്നെ 1 ഏക്കർ അല്ലെങ്കിൽ ഒന്നും വേണ്ട 1 സെന്റ് സ്ഥലം ഉണ്ടെന്ന് കരുതാം. ഈ സെന്റ് സ്ഥലത്തിന് 50 കൊല്ലം മുന്നേ ചിലപ്പോ ആകെ ചെറിയ തുച്ഛമായ വില ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ സെന്റിന് എത്ര വില ഉണ്ടാവും? അപ്പോൾ അത് തന്നെയാണ് മൂല്യശേഖര ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പണം ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും മൂല്യങ്ങള് സ്റ്റോർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, എക്സ്ചേഞ്ച് ചെയ്യും. അടുത്തത് മെഷേഴ്സ് ഓഫ് വാല്യൂ. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ്, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. ഇന്ന് 1 കിലോ തക്കാളിക്ക് 20 റുപ്യ ഉള്ളൂ. ചിലപ്പോൾ ഓണം സീസണൊക്കെ പച്ചക്കറിക്ക് വില കൂടാറുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ചിലപ്പോൾ 1 കിലോന് 50 രൂപയായി കൂടിയേക്കാം. ഇതാണ് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. ഓരോ സാധനത്തിനും വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അളക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണം ഉള്ളത് കൊണ്ടേ അളക്കാൻ പറ്റുള്ളൂ. ബാർട്ടർ സംവിധാനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വെളിച്ചെണ്ണക്ക് 500 റുപ്യൻ്റെ അടുത്താണ്.
ഒരു കൊല്ലം മുന്നേ ആകെ 200 രൂപയ്ക്കേ ഉള്ളൂ, ഇനി ഇരട്ടിയായി ഒരു കൊല്ലം കൊണ്ട്. അപ്പം മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിട്ട് നമ്മൾ കാണാൻ പറ്റിയത് എന്തുകൊണ്ടാ? പണമുള്ളതുകൊണ്ടാ. ബാർട്ടർ സംവിധാനമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 5 തേങ്ങ കൊടുത്തിട്ട് നമ്മളൊരു ചക്ക കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടൂല, മൂല്യം നമുക്ക് കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞിട്ടുള്ളത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധി. നമ്മൾ പച്ചക്കറി കടക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾ പച്ചക്കറി വിറ്റിട്ട് എന്ത് ചെയ്യും? പണം ഉണ്ടാക്കുന്നു. പണം ഉണ്ടാക്കിയിട്ട് ആ പണം ഉപയോഗിച്ച് വേറെ സാധനങ്ങൾ അയാൾ വാങ്ങുന്നു. ഇത് രണ്ടാമത്തെ പോയിന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യശേഖര ഉപാധി. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ഓഫ് വാല്യൂ. മെഷേഴ്സ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്. എന്താ ഡിഫേർഡ് പേയ്മെന്റ്? പിന്നെ തരാം എന്നതിനുള്ള ഉപാധി, ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ഞാൻ ഒരാൾക്ക് ഇന്ന് 1 ലക്ഷം കടം കൊടുത്തിന്, അയാൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ട് സാധ്യമാകുന്നു? 1 ലക്ഷം എന്ന് നമുക്ക് പറയാനുള്ളത് കൊണ്ടല്ലേടാ ഇത് സാധ്യമായിട്ടുള്ളത്. അവിടെ ഒരു കണക്ക് വെക്കാൻ പണം എന്നുള്ള ഒരു എന്താ പറയാ, ഒരു മീഡിയം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് ഞാനൊരു കടം വാങ്ങി എന്ന് കരുതാം, അത് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതിന് എന്താ ഉപാധി? ഇവിടെ പണം എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ മണി. മണി എനിത്തിങ് ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ സ്വീകരിക്കുന്ന എന്തിനേയും നമുക്ക് പണം എന്ന് വിളിക്കാം. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി. വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധിയാണ്. രണ്ടാമത്തത് സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യശേഖര ഉപാധിയാണ്. മൂന്നാമത്തത് മെഷേഴ്സ് ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയാണ്. നാലാമത്തത് മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, അതായത് ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധിയായിട്ടും ഇതിനെ നമുക്ക് കണക്കാക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മുത്തുമണീസ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം ഏറ്റവും അടിപൊളിയായിട്ട്. അപ്പോൾ എന്താ ബാങ്ക്സ് ആൻഡ് ടെക്നോളജി? ഇന്ന് ബാങ്കിങ് രംഗത്ത് ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് സൗദിയിലുള്ള ഒരാൾക്ക് വിത്തിൻ മൊമെന്റ്സ് നമ്മളെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇന്ന് അമേരിക്കയിലുള്ള ഒരാൾക്ക് വിത്തിൻ സെക്കൻഡ് നമ്മൾ ഗൂഗിൾ പേയിലോട്ട് പൈസ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആയിരുന്നില്ല ഒരു 10-20 കൊല്ലം മുന്നേ. അപ്പോൾ എന്താണ് അതിന് കാരണം? അതിനുള്ള ടെക്നോളജിക്കൽ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ബാങ്കിങ് രംഗത്ത് വന്നിട്ടുള്ള ടെക്നോളജിയിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് സിസ്റ്റം എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എന്താ നെഫ്റ്റിന്റെ ഫുൾ ഫോം? ഒന്ന് കൂടെ പറഞ്ഞാണ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ് സിസ്റ്റം. ഇനി നിങ്ങളോട് മിക്കവാറും 4 മാർക്കിന് ചോദിക്കാവുന്ന ചാൻസ് ഉള്ളത് നെഫ്റ്റും RTGS തമ്മിൽ ഉള്ള ഡിഫറൻഷിയേഷൻ എഴുതാനായിരിക്കും. മിക്കവാറും നെഫ്റ്റ് എന്താന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ നെഫ്റ്റ് ആൻഡ് RTGS എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് മുത്തുമണി ഡിസ്കസ് ചെയ്യുന്നത്. നെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI. അപ്പൊ RTGSO ഇറ്റ് ഈസ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI. സിമ്പിൾ സാധന, ദർ ഇസ് നോ ഡിഫറൻസ്. ബിക്കോസ് നെഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI തന്നെയാണ്, RTGSും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI തന്നെയാണ്. RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? RBI ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ തലക്ക് കിട്ടുട്ടോ. RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI. രണ്ടാമത്തെ പോയിന്റ്, നെഫ്റ്റ് ഇറ്റ് ഈസ് യൂസസ് ഇൻ ദി ടേംസ് ഓഫ് സ്മോൾ എമൗണ്ട്സ്. കുറച്ച് സംഖ്യകളെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് RTGS. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രാൻസാക്ഷൻ ഓഫ് ലാർജർ എമൗണ്ട്. കൂടുതൽ, അതായത് 2 ലക്ഷത്തിൽ കുറവാണെങ്കിൽ നമ്മൾ നെഫ്റ്റ് ചൂസ് ചെയ്യാൻ പോസിബിലിറ്റി കൂടുതൽ. 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലോ 2 ലക്ഷത്തിൽ അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക RTGS ട്രാൻസാക്ഷനാണ്.
ഇനി അടുത്തത് നെഫ്റ്റ് മിക്കവാറും നമ്മൾ ചൂസ് ചെയ്യുക അക്കൗണ്ട് ട്രാൻസ്ഫർ ഓഫ് വൺ ടു അനദർ പേഴ്സൺ. ഒരാൾ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്യാനാണ് നമ്മൾ നെഫ്റ്റ് യൂസ് ചെയ്യുക. ഇനി നെഫ്റ്റിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഫ്റ്റിൽ ട്രാൻസാക്ഷൻ നടക്കുക IFSC കോഡ് യൂസ് ചെയ്തിട്ടാണ്. നെഫ്റ്റിൽ ട്രാൻസാക്ഷൻ നടക്കുക എന്ത് യൂസ് ചെയ്തിട്ടാണോ? IFSC കോഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി RTGSന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻസ്റ്റന്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി. RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഉണ്ട് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. വെരി ഇൻസ്റ്റന്റ്ലി പെട്ടെന്നായിട്ട് പൈസ കയറും ആൻഡ് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കായിട്ട് പൈസ കയറും. പക്ഷേ ഇവിടെ നെഫ്റ്റിൽ ഡിഫറെൻറ്റ് ബാച്ചസ്, ഒരു കമ്പനിക്ക് സാലറികളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നെഫ്റ്റായിട്ടാണ്. കാരണം എന്താ? ഇറ്റ് വിൽ ക്രെഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ബാച്ചസ്. ഒരു കൂട്ടായ ബൾക്ക് പേയ്മെന്റ് ഇവിടെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു നോക്കുക. നെഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാ? മുത്തുമണീസ് ആരാ കൂടെ പറയടോ? RBI, റിസർവ് ബാങ്ക്. അതേപോലെ തന്നെയാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി രണ്ടാമത്തത് ഇതിന്റെ രണ്ട് ഡിഫറൻസിയേഷനാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. നെഫ്റ്റ് വിൽ യൂസ് ഫോർ ക്രെഡിറ്റ് ഓഫ് സ്മോൾ എമൗണ്ട്സ്. 2 ലക്ഷത്തിൽ കുറവുള്ള എമൗണ്ടിന്റെ ക്രെഡിറ്റിനാണ്, ട്രാൻസാക്ഷൻ ആണ് നെഫ്റ്റ് യൂസ് ചെയ്യുക. എന്നാലോ ലാർജ് എമൗണ്ടിന്റെ കേസിലാണ് RTGS യൂസ് ചെയ്യുക. ദെൻ IFSC കോഡ് യൂസ് ചെയ്തിട്ടാണ് നെഫ്റ്റിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി നെഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രെഡിറ്റ് ആസ് ബാച്ചസ്, ബൾക്ക് പേയ്മെന്റ്. ബട്ട് RTGS ഈസ് വെരി ഫാസ്റ്റ്. ഇവിടെ ഉണ്ട് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ക്രെഡിറ്റ് ഇൻഡിവിജ്വലി. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI ആണ്. IFSC കോഡ് യൂസ് ചെയ്തിട്ടാണ് നെഫ്റ്റ്. അതേപോലെ സ്മോളർ എമൗണ്ടിനാണെങ്കിൽ നെഫ്റ്റ്. RTGS ബിഗ്ഗർ എമൗണ്ട്, ഫാസ്റ്റ് ആണ്, വെരി ഫാസ്റ്റ് ആണ്, ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ആൻഡ് ലാർജർ എമൗണ്ട്. രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് RBI ആണ്. ബാങ്ക്സിന്റെ 2 ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു, RTGSഉം നെഫ്റ്റും. ഇനി നമുക്ക് 2 ടെക്നോളജി കൂടി പഠിക്കാനുണ്ട് മുത്തുമണീസ്. അടുത്തത് പഠിക്കാനുള്ളത് കോർ ബാങ്കിങ്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഒരു സെന്റർ. സോ ഓൾ ബ്രാഞ്ചസ് ആർ കണക്റ്റഡ്. ഒരു ബാങ്കിന്റെ എല്ലാ ശാഖകളും തമ്മിൽ കണക്ട് ചെയ്ത സംവിധാനത്തെയാണ് കോർ ബാങ്കിങ് എന്നുള്ളത് വിളിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മലപ്പുറത്ത് അരീക്കോടുള്ള ഒരു ബ്രാഞ്ചും ഫെഡറൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചും അതേപോലെ ഹൈദരാബാദ് ഫെഡറൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലിങ്ക്ഡാ, കണക്റ്റഡാ. സോ അതിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്നുള്ളത് വിളിക്കുക. ഓൾ ബ്രാഞ്ചസ് ആർ കണക്റ്റഡ്, ഇന്റർലിങ്ക്ഡ്, ഇറ്റ് ഈസ് മീൻസ് കോർ ബാങ്കിങ്. ദെൻ നമുക്ക് പൈസ ഇടണം എന്നുണ്ടെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിലും വി ക്യാൻ ഡു ഇറ്റ് ഇൻ എനി ബ്രാഞ്ച്. ഏത് ശാഖയിൽ നിന്നും നമുക്ക് പണം പിൻവലിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ പണം നിക്ഷേപിക്കുകയും ചെയ്യാം. ഇതിനെയാണ് കോർ ബാങ്കിങ് എന്നുള്ളത് പറയാം. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ട്രാവലേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് ഇത് യാത്രക്കാർക്കൊക്കെ ഭയങ്കര മെച്ചമുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡൽഹിയിൽ ഒരു ട്രിപ്പ് പോയി എന്ന് കരുതിക്കോളി. ഒരു ട്രിപ്പ് പോയി, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷുകൾ ഫുള്ള് തീർന്നു. എനിക്ക് അവിടുത്തെ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാം? ഡൽഹിയിലെ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് എൻ്റെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൈസ ഇടാം. അപ്പോൾ എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം, നമ്മളെ ഹോം ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കടോ? കോർ ബാങ്കിങ് എന്നുള്ളത് വിളിക്കുക. സോ ഓൾ ബ്രാഞ്ചസ് ആർ ഇന്റർ കണക്റ്റഡ്. എല്ലാ ശാഖകളും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്നുള്ളത് വിളിക്കുക. വി ക്യാൻ ട്രാൻസാക്ട് മണി ഫ്രം എനി ബ്രാഞ്ച്. ഏത് ശാഖയിൽ നിന്നും നമുക്ക് പണം പിൻവലിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യാം. നമ്മളെ ഹോം ബ്രാഞ്ചിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അടുത്തത്, ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് യാത്രക്കാർക്കാണ്, ഫോർ ട്രാവലേഴ്സ്. ഇനി നമ്മൾ പഠിച്ചു UPI. എന്താ UPI? നമ്മൾ എപ്പോഴും പറയുന്ന, യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, ഭാരത് പേ, പേടിഎം എക്സെട്ര. ഇതൊക്കെ UPIക്ക് എക്സാമ്പിളാണ്. എന്താ UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് വേർഷൻ ഏതാ? യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്.
എന്താണ്? ഒന്നും കൂടി UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്. ഒന്നുകൂടി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്. നമ്മൾ ഏതൊക്കെ UPI യൂസ് ചെയ്യുന്നത്? ഗൂഗിൾ പേ ഉണ്ട്. പിന്നെ പൈസ ഒരാൾ കടം ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഗൂഗിൾ പേയിൽ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ, എന്നെ പോലെ ദരിദ്രർക്കൊന്നും കടം കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഗൂഗിൾ പേയിലെടുത്ത് കയറും, അയാളെ നമ്പർ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ അയാളെ കോൺടാക്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് 100 റുപ്യ എന്നുണ്ടെങ്കിൽ 100 റുപ്യ. നമ്മൾക്ക് പെട്രോളൊക്കെ കഴിഞ്ഞ് കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ചെങ്ങായിക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ചെങ്ങായിക്ക് വിളിക്കും, ചെങ്ങായി നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു തരും. അതാണ് UPI. ദെൻ UPI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാ? നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അല്ലാതെ നമുക്ക് ഇത് ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള അറിയില്ലല്ലോ. നെഫ്റ്റും RTGS ആരേനി? RBI. ഇവിടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. എന്താ? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ ഇതിന്റെ മെയിൻ മെച്ചെന്താ? ഇറ്റ് ഈസ് റിയൽ ടൈം. എപ്പോഴാണോ പൈസ അല്ലെങ്കിൽ എപ്പോൾ പൈസ അയച്ചാൽ അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. അല്ലാതെ ഇതിനൊരു ടൈം എടുക്കൂല. നിങ്ങൾ ഫോൺ പേയിൽ ഒരു പൈസ അയച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ക്രെഡിറ്റ് ആവുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. പൈസ അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും, റിയൽ ടൈം. ദെൻ ഇറ്റ് ഈസ് യൂസിങ് മൊബൈൽ യൂസ് ചെയ്തിട്ട്, ഒരു മൊബൈൽ ആപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റാ. ദെൻ ഏറ്റവും വലിയ മെച്ചം ഇതിൻ്റെത്, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 24/7. 24 മണിക്കൂറും ഗൂഗിൾ പേ വർക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ UPI വർക്കിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പാതിരാത്രിക്ക് 2 മണിക്കൂർ ചെങ്ങായി വിളിച്ച് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാനുള്ള സൗകര്യമുണ്ട്. നേരെ മറിച്ച് പിന്നെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് എത്ര മണി വരെയാണ് തുറക്കുക? ഒന്നില്ലെങ്കിൽ 10 to 4 മണി വരെ. അതുവരെ മാത്രമേ നിങ്ങൾക്ക് പൈസ ഇടാൻ കഴിയുള്ളൂ, അതുവരെ മാത്രമേ നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് എടുക്കാനും കഴിയുള്ളൂ. പക്ഷേ ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ അങ്ങനെയില്ല. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 24/7 and 360 days. നിങ്ങൾ എന്തെങ്കിലും കേട്ടോ ഗൂഗിൾ പേക്ക് അവധിന്ന്? നേരെ മറിച്ച് ബാങ്ക് അവധി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? ബാങ്ക് അവധി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ. എന്താ പറയുക, പിന്നെ ഓണാണെങ്കിൽ ബാങ്ക് അവധിയാണ്, ദെൻ ക്രിസ്മസ് ആണെങ്കിൽ ബാങ്ക് അവധിയാണ്, പെരുന്നാളാണെങ്കിൽ ബാങ്ക് അവധിയാണ്. പക്ഷേ നമ്മളെ ഗൂഗിൾ പേക്ക് അങ്ങനെ ഒരു അവധി ഉണ്ടോ മുത്തുമണീസ്? ഇല്ല. ഇറ്റ് ഈസ് ഇൻ അവൈലബിൾ 365 days. അപ്പോൾ നമ്മൾ പറഞ്ഞത് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബ്രാഞ്ചസ് ആർ ഇന്റർലിങ്ക്ഡ് ഓർ കണക്റ്റഡ്. ദെൻ ഇറ്റ് ഈസ് the money can transact from any branch, not from home branch. Then it is very useful to travelers and students. Then UPI transaction ആണ് അടുത്ത ടെക്നോളജി. UPI means, what do you mean by it? Universal പേയ്മെന്റ് ഇന്റർഫേസ്. ദെൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതിൻ്റെ റിയൽ ടൈം മൊബൈൽ യൂസിങ്, ദെൻ ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, 24/7 അവൈലബിൾ ആണ്, 365 days അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിന് എന്തായി കഴിഞ്ഞാലും ചോദിക്കാവുന്ന ചോദ്യമാണ്. സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്, വായ്പാ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? നിങ്ങൾക്ക് അറിയുന്നതാട്ടോ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത്, തല പുണ്ണാക്കൊന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ പറയും എന്ത്, ഇതൊക്കെ ഇപ്പോൾ വലിയ സംഭവമാണോ എന്ന് ചോദിക്കും. അപ്പോൾ സംഭവമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ, ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ്. ഫോർമൽ എന്താ? ഫോർമൽ, ഒഫീഷ്യൽ, അതായത് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. അതിൻ്റെ നേരെ പിന്നെ ഓപ്പോസിറ്റ് എന്താ? ഇൻഫോർമൽ, അനൗപചാരികം. ഒന്ന് ഒഫീഷ്യലുമാണ്, രണ്ടാമത്തത് അൺഒഫീഷ്യലുമാണ്. ഒന്ന് ഔപചാരികമാണ്, രണ്ടാമത്തത് അനൗപചാരികമാണ്. അപ്പോൾ ഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റിന് ഏതൊക്കെ എക്സാമ്പിൾ? ഔപചാരിക വായ്പാ സ്രോതസ്സുകൾക്ക് ഏതൊക്കെ എക്സാമ്പിൾ? ബാങ്ക്. ഞാൻ പോയി ബാങ്കിൽ നിന്നും എന്താ പറയുക, എൻ്റെ വീടിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വായ്പ എടുക്കുന്നു, ഹൗസ് ലോൺ എടുക്കുന്നു. എന്താണ് അത്? ബാങ്ക് ഇതിനൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. എനിക്ക് പൈസക്ക് ആവശ്യം വന്നു, ഞാൻ എൻ്റെ അടുത്തുള്ള സ്വർണ്ണം എടുത്തിട്ട് ഞാൻ മണപ്പുറം ഗോൾഡ് ലോണിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ വായ്പ എടുത്തു.
നിങ്ങൾ മോഹൻലാലൊക്കെ പരസ്യത്തിൽ അഭിനയിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ നാട്ടിൽ കേണു നടപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഉണ്ടാവും മറ്റേ എന്താ പറയുക അയൽക്കൂട്ടം പരിപാടികളൊക്കെ. അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. കുടുംബശ്രീയിൽ അയൽക്കൂട്ടം ഓരോ ആഴ്ചയിലും ഒരു 10-20 റുപ്യ കൊണ്ടുപോയി ഇടും. എന്നിട്ട് അത് നിങ്ങൾ ചെറിയ കടങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ അയൽക്കൂട്ടം പാസ്സാക്കി തരും. അതാണിത്. അടുത്തത് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ് എന്താന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നല്ലോണം പഠിച്ചാണ്ട്. ഗ്രാമീണ ബാങ്കൊക്കെ അതിന് എക്സാമ്പിളാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഫീഷ്യലാ, അതായത് ഫോർമൽ എക്സാമ്പിളാ, ഔപചാരികത്തിന് എക്സാമ്പിളാ. ഇനി അനൗപചാരികോ? ഫ്രണ്ട്സിൻ്റെ കടം വാങ്ങുക, സുഹൃത്തുക്കളെ കടം വാങ്ങുക. നിങ്ങളൊക്കെ ചിലപ്പോൾ ചെങ്ങായിമാരെടുത്ത് നിന്ന് കടം വാങ്ങലുണ്ടാവും ഇല്ലേ? ഉണ്ടാവും. എല്ലാവരും ചെങ്ങായിമാരെടുത്ത് നിന്ന് കടം വാങ്ങും. അതാണ് ഔപചാരിക. അടുത്തത് റിലേറ്റീവ്സ്. അമ്മാവന്മാരെടുത്ത് നിന്ന് കടം വാങ്ങുക, ഇപ്പാരെടുത്ത് നിന്ന് ചിലപ്പോൾ കടം വാങ്ങേണ്ട സാഹചര്യം വരും, എളാപ്പാരെടുത്ത് നിന്ന് കടം വാങ്ങേണ്ട ആവശ്യം വരും, ഏട്ടന്മാരെടുത്ത് നിന്ന് കടം വാങ്ങേണ്ട ആവശ്യം വരും. അതൊക്കെ ഇതിന് എക്സാമ്പിളാ, ഫാമിലി റിലേറ്റീവ്സ്. അടുത്തത് മണി ലെൻഡേഴ്സ്, പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. എന്താ, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും നമുക്ക് കടം വാങ്ങേണ്ടി വരും. വട്ടിപ്പലിശക്കാർ. നിങ്ങൾ മറ്റേ എന്താ പറയാ നമ്മുടെ സുരാജും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ യെസ് സൗണ്ട് തോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമുണ്ട്. അതിൽ സൗണ്ട് തോമയിൽ ദിലീപിന്റെ അച്ഛന് എന്താ പണി? ഈ മണി ലെൻഡറാ, വട്ടിപ്പലിശക്കാരനാ. ദെൻ ലാസ്റ്റ് പോയിന്റ് അതർ സോഴ്സസ്. വേറെയും സോഴ്സസുകൾ ഉണ്ടാവും. ഇതൊക്കെ അനൗപചാരിക സ്രോതസ്സുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ടൈപ്പ് സ്രോതസ്സുകളാണ്. എന്തിന്? വായ്പാ സ്രോതസ്സുകളാണ്. ഫസ്റ്റ് വൺ ഫോർമൽ ആണ്, രണ്ടാമത്തത് ഇൻഫോർമൽ ആണ്. ഫോർമലിന് എക്സാമ്പിൾ ബാങ്ക് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഉണ്ട്. ഇൻഫോർമലിനോ അനൗപചാരികത്തിന് എക്സാമ്പിൾ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മണി ലെൻഡേഴ്സ്, ദെൻ അതർ സോഴ്സസ് ഓൾസോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. മിക്കവാറും ഇത് എന്തായി കഴിഞ്ഞാലും ചോദിക്കാനുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ മൊത്തം പറയുന്നത് ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള പുതിയ സിലബസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് തരിച്ചെടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ 4 സ്റ്റെപ്പുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണരെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറേ പുറന്തള്ളപ്പെട്ടവരെയും ബാങ്കിങ് സെക്ടറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുത്തു? ഫസ്റ്റ് വണ്ണാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, ബാങ്കുകളുടെ ദേശസാൽക്കരണം. ഇത് നടന്നിട്ടുള്ളത് 1969. സ്റ്റാർട്ടിങ്ങിൽ 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചു. ദെൻ 11 വർഷങ്ങൾക്ക് ശേഷം 1980 6 ബാങ്കുകളെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ടോട്ടൽ 20 ബാങ്കുകളായി. അപ്പോൾ നാഷണലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1969. 1980 6 ബാങ്കുകൾ കൂടി ആഡ് ചെയ്തു. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇറ്റ്സ് ഗോൾസ്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, ധർമ്മങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ ബാങ്കിങ് സെക്ഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമങ്ങൾ, നിങ്ങൾക്കറിയാം ഗ്രാമങ്ങളിലൊന്നും ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമീണരിൽ ബാങ്കിങ് സംവിധാനം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ലക്ഷ്യം. അപ്പം ബാങ്കിങ് ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ബാങ്കിങ് എക്സ്പാൻഡ് ചെയ്യുക. രണ്ടാമത്തത് ചീപ്പ് ലോൺ ടു ആർക്ക് ഫാമേഴ്സ്, കർഷകർക്ക് പലിശ കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക. മൂന്നാമത്തത് ഫയർ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്താ ഫയർ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പയുടെ എന്താ പറയുക നീതിപൂർവമായ വിതരണം. അതായത് ഈ വായ്പ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിലൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. പൈസക്കാരന് മാത്രം വായ്പ കൊടുക്കുന്ന ഒരു പോസിബിലിറ്റി ഇല്ലാതാക്കുക. ദെൻ ലാസ്റ്റ് വൺ, പ്രിവെന്റ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ സം പീപ്പിൾ ഓൺലി. കുറച്ച് ആൾക്കാരിൽ മാത്രം പൈസ കുന്നുകൂടുന്ന ഒരു ട്രെൻഡ് ഒഴിവാക്കുക.
പൈസക്കാരനെ വീണ്ടും 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 പൈസക്കാരാവുന്ന ഒരു സിസ്റ്റം ഇല്ലാണ്ടാക്കുക. അപ്പോൾ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് 1969 14 ബാങ്കുകളാണ്. എത്ര? 14. 7+7 14. ദെൻ 1980 6 ബാങ്കുകളൂടെ ആഡ് ഓൺ ചെയ്തു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണോ? പ്രധാന ലക്ഷ്യം എക്സ്പാൻഡ് ബാങ്കിങ് സിസ്റ്റം ഇൻ ടു റൂറൽ ഏരിയാസ്. സെക്കൻഡ് വൺ, അവൈൽ cheap loan to farmers, fair credit distribution and prevent concentration of wealth to some people only. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ രണ്ടാമത് എടുത്തിട്ടുള്ള സ്റ്റെപ്പാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിന് ആദ്യം എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് കാണുന്ന കുടുംബശ്രീ, അതേപോലെ ഗ്രാമീൺ ബാങ്ക്, ഇത് രണ്ട് മൈക്രോ ഫിനാൻസിന് എക്സാമ്പിളാണ്. സോ എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is to provide financial service for low income people who can access conventional banking system. പാരമ്പര്യ ബാങ്കിങ് സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പാവപ്പെട്ടവർക്ക് ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ധനകാര്യ സർവീസുകൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസിന്റെ ഉദ്ദേശം, മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യം. അതായത് ഇപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഓലെ സംബന്ധിച്ച് ബാങ്ക് എന്താണെന്നോ ബാങ്കിങ് ഫെസിലിറ്റി എന്താണെന്നോ എത്ര ടൈപ്പ് ലോൺ ഉണ്ട് എന്നുള്ളതോ ലോൺ എങ്ങനെ കിട്ടും എന്നുള്ളതോ ലോൺ എടുക്കണമെങ്കിൽ എന്തെല്ലാം അവിടെ കൊടുക്കണം എന്നുള്ളതോ ഒന്നും ഓൽക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സംവിധാനമാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൽക്ക് ഫിനാൻഷ്യൽ സർവീസ് സാമ്പത്തിക ഇടപാടുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സെറ്റപ്പാണ് മൈക്രോ ഫിനാൻസ്. ഇമ്പോർട്ടൻ്റ് മൈക്രോ ഫിനാൻസിന്റെ ഗോൾസ് എന്തൊക്കെ? എക്സാമ്പിൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. കുടുംബശ്രീ അതിനൊരു എക്സാമ്പിളാണ്, കേരള ഗ്രാമീൺ ബാങ്ക് അതിനൊരു എക്സാമ്പിളാണ്. ഇനി ഗോൾസ്: റെഡ്യൂസ് പോവേർട്ടി, ദാരിദ്ര്യം കുറക്കുക. പോവേർട്ടി അലീവിയേഷൻ എന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ, റെഡ്യൂസ് പോവേർട്ടി എന്ന് എഴുതി വെച്ചാലും മതി. രണ്ടാമത്തത് എംപവർ വിമൻ ആൻഡ് മാർജിനലൈസ്ഡ്, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക. എന്താ ശാക്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കൊടുത്തിട്ട് പുഷ്പിച്ച് അങ്ങനെ നിർത്തുക എന്നുള്ളതല്ല മക്കളെ. എംപവർ വിമൻ ആൻഡ് മാർജിനലൈസ്ഡ്, മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുണ്ടാവും സൊസൈറ്റിയിൽ നിന്ന്. ഓലെ കൊണ്ടൊന്നും കഴിയൂലടാ, ഓലക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂലടാ, ആ വിഭാഗം മോശാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്ന കുറേ ആൾക്കാരുണ്ടായേക്കാം. അവരെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് സപ്പോർട്ട് സ്മോൾ ബിസിനസ്. ചെറിയ നിങ്ങൾ കുടുംബശ്രീ എന്താ പറയാ അച്ചപ്പം കൊടുക്കുക, അതേപോലെ തന്നെ അച്ചാർ കച്ചവടം ഒക്കെ ചെയ്യുന്ന സ്മോൾ ബിസിനസ് കുടുംബശ്രീ തുടങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് ഇതിനു വേണ്ടിയിട്ടാണ്. സപ്പോർട്ട് സ്മോൾ ഓണ്ടർപ്രണർഷിപ്പ്, ചെറിയ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. ദെൻ ക്രിയേറ്റ് ജോബ്, ഇത് ത്രൂ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. ഇപ്പോൾ കുടുംബശ്രീയിൽ ഒരു എന്താ പറയുക അച്ചാറ് സെയില് നടത്തി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ദെൻ ലാസ്റ്റ് വൺ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെ ക്വാളിറ്റി ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരും, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മൈക്രോ ഫിനാൻസിന് എക്സാമ്പിൾ കുടുംബശ്രീ അതിനൊരു എക്സാമ്പിളാണ് മുത്തുമണീസ്. ദെൻ അതേപോലെ തന്നെ ഗ്രാമീണ ബാങ്കും അതിനൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ അതിൻ്റെ ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. ഇറ്റ് വിൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ ലോ ഇൻകം പീപ്പിൾ ഹു കാൻ ആക്സസ് കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം. പാരമ്പര്യമായ ബാങ്കിങ് സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തിക ഇടപാടുകൾ ലഭിക്കുക എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഗോൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തായി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഒരു മാർക്കിന് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും മെയിൻ എക്സാമിന് ചോദിക്കും. ഈസി ചാപ്റ്ററാണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. പൊളിച്ചെടുക്കുക.